മണി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ, അനശ്വരനായ കലാകാരൻ. ഞാൻ പറഞ്ഞത് ഇയാളൊരു കലയുടെ പർവ്വതമാണ്, അസംസ്കൃത പർവ്വതമാണ്. സംസ്കരിച്ചെടുത്താൽ മതി. എത്രയോ കഥാപാത്രങ്ങൾ ഉണ്ടാക്കാമായിരുന്നു, എത്രയോ വലിയ വലിയ കഥകളും. നമ്മളെ കണ്ണ് നിറയിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. വാസന്തിയിലെ രാമു അല്ലെങ്കിൽ അമരത്തിലെ മമ്മൂക്ക, ഇവരൊക്കെ നമ്മുടെ ഹൃദയത്തെ പിടിച്ച് ഞെരിക്കുന്ന, നമ്മുടെ മനസ്സ്, അതൊരു അസാധ്യ കഴിവാണ്. അത്തരം കഴിവുള്ള അസാധാരണനായൊരു വ്യക്തിയായിരുന്നു. നമ്മൾ ഓർക്കണം. എനിക്കറിയില്ല എല്ലാ ഈ സിനിമാ സംഘടനകളൊക്കെ ഓർക്കുന്നുണ്ടോ എന്നുള്ളത്. ഓർക്കുമായിരിക്കും ഇല്ലേ ടിനി ടോം? എല്ലാവരും ഓർക്കണം മണിയെ. മണി അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അധസ്ഥിത വിഭാഗത്തിൽ ജനിച്ച് ഇന്നും നമ്മുടെ നാട്ടിൽ ഏറ്റവും വലുതായിട്ട്, എനിക്ക് പറയുന്നതിൽ പ്രയാസമുണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും വലുതായിട്ട് ഇന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ജാതിയും നിറവും ഒക്കെ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പം ഞാനിത് പറഞ്ഞാൽ ഉടനെ അങ്ങനെ ആര് പറഞ്ഞു ഇവിടെ ഇല്ല എന്ന് പറയും? അല്ല, ഉണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെയൊക്കെയോ കിടപ്പുണ്ട്. അത് മാറ്റണം. അതുകൊണ്ട് തന്നെയാണ് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ എൻ്റെ മനസ്സിൽ കാണുന്ന പ്രസക്തി. നമ്മുടെ മനസ്സിൽ എവിടെയോ ഉണ്ട്. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് എൻ്റെ കലാഭവൻ മണിയിലൂടെ. മണിക്കറിയാം, മണി ജീവിച്ചിരുന്നെങ്കിൽ മണി പറയുമായിരുന്നു. മണിയുടെ കൂടെ അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ട്, മണിയുടെ നായികയാകാനുള്ള ബുദ്ധിമുട്ട്. എന്താ മണി അസാധ്യ കലാകാരനല്ലേ? നമ്മളെക്കാട്ടിലും വലിയ ആളല്ലേ മണി? നമ്മളെക്കാട്ടിലും കഴിവുള്ളവനല്ലേ മണി? അത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ തുറന്നു പറയുന്നു. എന്തെല്ലാം പുരോഗമനം നമ്മൾ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഈ വർണ്ണത്തിൻ്റെ വിവേചനം എവിടെയോ പൊടി തട്ടിയെടുക്കാനുണ്ട്. എടുക്കുന്നവരുണ്ടിന്നും. അത് പാടില്ല. എല്ലാവരും ഒന്നാണ്. ഒന്നായിട്ട് കാണണം. മനുഷ്യനെ ചേർത്ത് പിടിക്കാനും എല്ലാവരോടും സ്നേഹമായിട്ട് നിൽക്കാനും ജാതിയുടെയോ അല്ലെ വർണ്ണത്തിൻ്റെയോ പേര് പറഞ്ഞൊന്ന് ഒഴിഞ്ഞു മാറുന്ന നമ്മുടെ മനസ്ഥിതി ഇല്ലാതാക്കണം. അതിനോടുള്ള ഒരു ഓർമ്മയാകട്ടെ മണിയുടെ ചരിത്രം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.